നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് താറാവിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പല രീതിയിൽ. ഇന്നിപ്പോൾ നമ്മൾ കൂട്ടുന്ന താറാവ് ഇറങ്ങുമ്പോൾ അപ്പോൾ അത് ഏത് രീതിയിലാണ് നമുക്ക് വരുന്നത്. ഒരു കാരണത്തിൽ തട്ടിത്തറിഞ്ഞൊന്നും താറാവ് വീഴാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ വേണം ഇറങ്ങാം. എന്തെങ്കിലും തെറ്റിൻ്റെ ഇറക്കില്ല അവർ വീഴും. നമ്മൾ ആദ്യം വെള്ളം കറക്റ്റാക്കി വെച്ചു. ഇപ്പോൾ ബേസിലാണ് വെച്ചിട്ടുള്ളത്. താറാവിന് നമ്മൾ വെള്ളം പരിപാടി നമ്മൾ മൂന്ന് കൂട്ടിലാണ് ഇപ്പോൾ താറാവ്. താറാവിൻ്റെ കുട്ടികൾ ഇതിലേക്ക് ഉറക്കാൻ പോവുകയാണ്. താറാവ് വരുന്ന രീതി അപ്പോൾ കൂട് നോക്കിയാൽ നമുക്ക് കാണാം കേട്ടോ. ഫുൾ ഡ്രൈ ആയിട്ടാണ് നമ്മളെ കൂട് കിടക്കുന്നത്. അപ്പോൾ താറാവ് ഇറങ്ങുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിൽ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, താറാവ് രാവിലെ ഇറങ്ങുന്ന സമയത്താണ് യാതൊരുവിധ വെള്ളത്തിൻ്റെ നനവോ അഴുക്കോ ഇതിലില്ല. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ താറാവിന് തരണം. അതിനുശേഷം കണ്ടില്ല അവർ വെള്ളം കുടിക്കുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ നല്ല തൂവൽ കൊഴിഞ്ഞിട്ടുണ്ട്. ഈ തൂവൽ പൊഴിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് വളർച്ചയുടെ ഘട്ടമാണ്. വളർച്ചയുടെ ഘട്ടത്തിൽ അവർ തൂവൽ നല്ല കൊഴിയും. നോക്കിയാൽ കാണാൻ തൂവൽ കൊഴിയുമ്പോൾ പല ആളുകളും പറയണം അത് തൂവലാണത്. തൂവൽ ഇങ്ങനെ കൂടിക്കിടക്കുക. അപ്പോൾ എന്താണ് എൻ്റെ താറാവിൻ്റെ തൂവൽ കൊഴിയുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ വളർച്ചയുടെ ഘട്ടത്തിൽ അവരുടെ തൂവൽ കൊഴിയും. പിന്നെ മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും അവരുടെ തൂവൽ കൊഴിഞ്ഞിട്ട് നല്ല ഫ്രഷായിട്ട് വരും അവർ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ വെള്ളത്തെ കണ്ടതായി വരുന്നുണ്ടോ വരട്ടെ. അപ്പോൾ നമ്മുടെ ഈ താറാവുകൾ പ്രായം വരുന്ന ഏകദേശം 3.5 മാസം പ്രായം കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഇവർ. നല്ല സൈസായിട്ടുണ്ടല്ലോ. എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ചിറകട്ട് വീശി കളിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5-2 മാസം നല്ല തീറ്റയും വെള്ളവും കറക്റ്റായി കഴിഞ്ഞാൽ മുട്ട കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ താറാവ് വരുന്നത് നല്ല വെള്ളം കൂടിയില്ല. ആരും നല്ലൊരു സൗകര്യത്തിൽ ഒരു പോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല വളർച്ച വരും ഇവർക്ക്. നല്ല വൃത്തിയും വരും. അപ്പോൾ രാവിലെ ഇറങ്ങണ സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ വേണം എപ്പോഴും താറാവ് ഇറങ്ങാൻ. ഇനിയിപ്പോൾ ഒരു കുടിക്കലൊക്കെ കൂടിയാണ് തുടങ്ങുക. നമ്മൾ ഈ താറാവുകളൊക്കെ നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ്. വിൽപ്പനയുടെ റേറ്റ് നമ്മൾ പറയാറുണ്ട്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് 280 രൂപയാണ്. 10 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 260 രൂപ വരും. ഇനി 50 എണ്ണമോ അതിൽ കൂടുതലോ എടുത്താൽ 240 രൂപ നമ്മളിവിടുത്തെ ഫാമിലെ റേറ്റാണിത്. അത് നമ്മൾ ഓൾ കേരള ഡെലിവറി ചെയ്യാറുണ്ട്. നമ്മളെ കോട്ടത്തറ ഫാം ആൻഡ് നഴ്സറി പൊന്നാനിയാണ് സ്ഥലം വരുന്നത്. പൊന്നാനിയിൽ നിന്നും നമ്മളിപ്പോൾ ഡയറക്റ്റ് ഒരു 50 കിലോമീറ്റർ വരെ നമ്മൾ ബൈക്കിൽ എത്തിച്ചു കൊടുക്കാറുണ്ട്. 50 എണ്ണം വരെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചാർജ് വരും. അപ്പോൾ നമ്മൾ ബോക്സിലൊക്കെ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് അയക്കാറ്. അയക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബോക്സിൽ അത് വലിയ താറാവായതുകൊണ്ട് ഒരു 8 എണ്ണം വരെയൊക്കെയാണ് മാക്സിമം നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ. അതിന് 300 രൂപ ചാർജ്. ഒരു മിനിമം ചെറിയ ബോക്സും ചാർജ് ചെയ്യാറുണ്ട്. വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻകാർ ചിലപ്പോൾ ഒരു 400 രൂപയ്ക്ക് വാങ്ങാറുണ്ട്. ബൈക്കിലെത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം കിലോമീറ്ററിനനുസരിച്ചിട്ട് ആണ് നമ്മൾ ചാർജ് ഇതാക്കാറ്. ഡെലിവറി വരുന്ന എല്ലാ സ്ഥലങ്ങളിലേക്കും ട്രാൻസ്പോർട്ടേഷൻ വണ്ടികളിലെല്ലാം കിട്ടാറുണ്ട്. ഹൈവേ റൂട്ടിൽ നമുക്കിത് കിട്ടും.
പിന്നെ കൂടുതൽ വളർത്തണം എന്ന് ആഗ്രഹിക്കുന്നത് നേരിട്ട് വന്നിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഒരു 500 എണ്ണമോ അതിൽ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 222 രൂപയാണ് ഇപ്പോൾ ഹോൾസെയിൽ റേറ്റ് ആയിട്ടുള്ളത്. അത് 500 എണ്ണമോ അതിൽ കൂടുതലോ എടുക്കണം. ഇവർ കണ്ടില്ല, നല്ല ആക്റ്റീവായിട്ട് കണ്ടില്ല, വെള്ളം സൈഡിൽ നിന്നാണ് കുടിക്കുന്നത്. നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇപ്പോൾ ബോഡി വെയ്റ്റ് ഏകദേശം ഒരു 1,300 ഒക്കെ അടുത്ത് എത്തിയിട്ടുള്ളൂ. 2 കിലോ പ്ലസ് ഒക്കെ വരുന്ന രീതിയിൽ വളർച്ച വരും. അപ്പം നമ്മൾ വളർത്തുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ്. ഇവർക്കിപ്പോൾ തീറ്റ എല്ലാ ടൈപ്പ് തീറ്റയും ഇവർ എടുക്കും. നമ്മൾ കൊടുക്കേണ്ട തീറ്റ നെല്ല്, ഗോതമ്പ്, അരി, പിന്നെ ചോറ് കൊടുക്കാം. നമ്മൾ താറാവിനെ തീറ്റ കൊടുത്ത് വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടമാണിത്. പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾ വേസ്റ്റ് തീറ്റകൾ, മാർക്കറ്റിലെ വേസ്റ്റ്, അതേപോലെ മാർക്കറ്റ് മീൻസ് മീൻ മാർക്കറ്റ്, അതിലെ കൊത്തി നുറുക്കിയിട്ടുള്ള സാധനം നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് തീറ്റ ചിലവ് ഒരുപാട് ചുരുക്കാൻ പറ്റും. അതേപോലെ പച്ചക്കറി വേസ്റ്റുകൾ, ഫ്രൂട്ട്സ് മാർക്കറ്റിലെ വേസ്റ്റ്, നമ്മൾ ചിക്കൻ്റെ കുടൽ ഇത് കഴിക്കാൻ പറ്റുന്ന അത് നമുക്ക് കളക്ട് ചെയ്യാം. പിന്നെ സ്കൂളുകൾ, അംഗൻവാടി, ഓഡിറ്റോറിയം, അതിലൊക്കെ വേസ്റ്റ് വരുന്ന ചോറ്, ബിരിയാണിയൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്തിട്ട് നമ്മളത് ചൂടുവെള്ളത്തിലൊന്ന് എടുത്തിട്ട് ക്ലിയറാക്കി എടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് മിക്സാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും. അപ്പം നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1000 താറാവ് ഉണ്ടെങ്കിലും നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റിയ ചെറിയൊരു ചിലവ് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഈ മിക്സ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് ഈ ഗോതമ്പ്, നെല്ലൊക്കെ കുറേശ്ശെ, പിന്നെ മുട്ട ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടി ലെയർ മാഷ്, ലെയർ പെല്ലറ്റുകളൊക്കെ ആണെങ്കിൽ ഉഷാറായി. പിന്നെ കുറേ തവിട് ചേർക്കാം, ചോളത്തവിട് ചേർക്കാം. പിന്നെ അവിൽ മില്ലത്തെ അവിൽ തവിട് കിട്ടിയാൽ ഉഷാറായി. നെല്ല് ഇതാക്കണതിൻ്റെ ഉമിത്തവിട് ചേർക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് തീറ്റ ചിലവ് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇതിൽ ഒരിക്കൽ കംപ്ലൈൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, കംപ്ലൈൻറ്റുകൾ നമ്മളെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് വരിക. എന്ന് വെച്ചാൽ നമ്മളെ നിലമൊക്കെ ചളിവിളിയായി കെടുക്കുന്ന സ്ഥലങ്ങളിൽ ഒരു അമിതമായി വിട്ടാക്കി കഴിഞ്ഞാൽ ചളിയിൽ ഒരു കുത്തി ഇളക്കി അത് ഇവരുടെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചാലാണ് ഒരു കംപ്ലൈൻറ്റ് വരിക. അപ്പോൾ അതിൻ്റെ മെഡിസിൻ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് താറാനും മനസ്സിലാവില്ല. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഇതൊക്കെ ആക്റ്റീവായിട്ട് കിടന്ന് കളിക്കുന്നത്, ഈ ഒരു ആക്റ്റീവ്നെസ് അവർക്ക് ഉണ്ടാവില്ല. അത് തന്നെയാണ് കംപ്ലൈൻറ്റിൻ്റെ ഒരിത്. പിന്നെ താറാവിന് പനി, ലൂസ് മോഷൻ എന്തെങ്കിലും വന്നാൽ കാലുകൾ തളരുകയാണ് ചെയ്യുക. പിന്നെ ഫുഡ് എടുക്കില്ല. ഇതൊക്കെയാണ് ഇവരുടെ നോട്ടം കംപ്ലൈൻറ്റിൽ. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഒരു 10 എണ്ണമൊക്കെ ആണെങ്കിൽ അത്ര വിഷയമില്ലാത്തതിനോട് കൂടുതലാകുമ്പോഴാണ് ഇവർക്ക് ബുദ്ധിമുട്ട്. ഞാനീ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കില്ല, ഭയങ്കര ശബ്ദമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ താറാവ് വളർത്തുന്ന രീതി വരുന്നത്. ചെറിയൊരു സ്ഥലം ഉണ്ടെങ്കിലും ആളുകൾക്ക് ഇത് വളർത്തുന്ന നല്ല ലാഭമാണ്. 12 രൂപ വരെ മുട്ട കിട്ടുന്നുണ്ട്. അപ്പോൾ തീറ്റ ഇതുപോലെ നമ്മൾ ശേഖരിക്കാൻ, ഒന്ന് അധ്വാനിക്കാൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിപണിയാണിത്. മുട്ട എത്ര ഉണ്ടെങ്കിലും കൊണ്ടുപോകാൻ ആളുകളുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റി മുട്ട നമുക്ക് കഴിക്കാം. ഇതൊക്കെയാണ്. പിന്നെ ഇനി കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ അതിൽ കൊടുക്കുന്നുണ്ട്. കോട്ടത്തറ ഫാം എന്നുള്ള രീതിയിൽ നമ്പർ കൊടുക്കും. സംശയങ്ങൾക്ക് നിങ്ങൾക്ക് വിളിക്കാം. സാധനങ്ങൾ ആവശ്യമുള്ള ആൾക്ക് വിളിക്കാം. റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. നമുക്കിതേപോലെ പല വീഡിയോകളും കോഴികളുടെ, അതുപോലെ ഈ ചെടികളുടെ വളം ചെയ്യുന്നതൊക്കെ വീഡിയോ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ അഭിപ്രായം രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നമ്മുടെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെ പറയാനുള്ളൂ. എന്തെങ്കിലും താറാവിൻ്റെ സംശയങ്ങൾക്ക് വിളിക്കാം. അതേപോലെ താറാവുകൾ വേണമെന്നുള്ള ആളുകൾക്കും വിളിക്കാം കേട്ടോ. താങ്ക് യു. കോട്ടത്തറ ഫാം ആൻഡ് നഴ്സറി, പൊന്നാനി.